സ്യൂട്ടബിൾ ആയിട്ട് നമുക്കൊരു എസ് ഫോം ചെയ്യണം. ഇപ്പൊ നാച്ചുറലായിട്ട് നമ്മുടെ ഇവിടുത്തെ ചോയ്സ് ഫോർ എസ് എന്ന് പറയുന്നത് ജി തന്നെയാണ്. ഓക്കെ, അപ്പോ നമുക്ക് വേണ്ടത് ഈ ജിയിലെ ഏതൊരു എലമെന്റ് ഏതെന്നാലും അതിനോട് അസോസിയേറ്റ് ചെയ്യുന്ന ഒരു പെർമ്യൂട്ടേഷൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കണം. അങ്ങനെ കിട്ടുമ്പോഴാണ് നമുക്ക് ഒരു മാപ്പ് നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ജി എന്ന് പറയുന്ന ഗ്രൂപ്പ് കൺസിഡർ ചെയ്യുന്നു. എ എന്ന് പറയുന്നത് ആ ഗ്രൂപ്പിലെ ഒരു എലമെന്റ് ആണ് എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ എ എന്ന് പറയുന്ന എലമെന്റ് ഉപയോഗിച്ച് ജിയിൽ ഒരു പെർമ്യൂട്ടേഷൻ ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റും. അതായത് നമ്മൾ ലാംഡ എ, ഇപ്പൊ ജിയിലുള്ള ഒരു പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിയിൽ നിന്ന് ജിയിലേക്കുള്ള 1 on 2 ഫംഗ്ഷൻ എന്നാണല്ലോ അർത്ഥം. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഡിഫൈൻ ചെയ്യുന്നു, ലാംഡ എ ഫ്രം ജി ടു ജി ആസ് ലാംഡ എ ഓഫ് എക്സ് ഈക്വൽ ടു എ എക്സ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം ക്ലെയിം ചെയ്യുന്നത്, ഇപ്പൊ നമ്മൾ ഡിഫൈൻ ചെയ്ത ഈ ഫംഗ്ഷൻ ലാംഡ എ എന്ന് പറയുന്നത് സിം ജിയിലെ ഒരു എലമെന്റ് ആണ് എന്നാണ് ആദ്യത്തെ ക്ലെയിം. അപ്പൊ ലാംഡ എ സിം ജിയിലെ ഒരു എലമെന്റ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ എന്താ തെളിയിക്കണ്ടേ? പറയൂ. ലാംഡ എ സിം ജിയിലെ ഒരു എലമെന്റ് ആണെന്ന് തെളിയിക്കാനായിട്ട് നമ്മൾ എന്ത് പറയണം? അതെ, ലാംഡ എ എന്ന് പറയുന്നത് 1 ആണ്, ഓൺ 2 ആണ് എന്ന് പറയണം. അതൊക്കെ നമ്മൾ പലവട്ടം കണ്ടതാണ്, എങ്കിലും നമുക്ക് പെട്ടെന്ന് എഴുതാം. ലാംഡ എ ഓഫ് എക്സ് ഈക്വൽ ടു ലാംഡ എ ഓഫ് വൈ ആണ് എന്ന് അസ്യൂം ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? എ എക്സ് ഈക്വൽ ടു എ വൈ എന്ന് കിട്ടും. ഇത് ഗ്രൂപ്പ് ആണല്ലോ, എയും എക്സും വൈയും ഒക്കെ ജിയിൽ എലമെന്റ് ആണ്. അതുകൊണ്ട് ക്യാൻസലേഷൻ ലോ പ്രകാരം നമുക്ക് എക്സ് ഈക്വൽ ടു വൈ എന്ന് കിട്ടും. അതിനർത്ഥം ലാംഡ എ എന്ന് പറയുന്നത് 1 ആണ് എന്നാണ്. ഇനി നമ്മൾ ബി എന്ന് പറയുന്നത് ജിയിലെ ഒരു എലമെന്റ് ആണ് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ അതിന്റെ പ്രീ ഇമേജ് ആയിട്ട് എന്താ ചൂസ് ചെയ്യണ്ടേ? ചൂസ് എക്സ് ഈക്വൽ ടു എന്ത് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇമേജ് ബി ആയി വരും? എ ഇൻവേഴ്സ് ബി എന്ന് ചൂസ് ചെയ്യാം. അങ്ങനെ ചൂസ് ചെയ്യുമ്പോൾ അത് തീർച്ചയായിട്ടും ജിയിൽ എലമെന്റ് ആണ്. അപ്പോൾ ലാംഡ എ ഓഫ് എക്സ് എന്നുള്ളത് എന്ത് വരും? എ എക്സ്, അതായത് എ ഇൻവേഴ്സ് ബി, അതായത് ബി എന്ന് വരും. അതായത് ലാംഡ എ ഈസ് ഓൺ 2 എന്ന് കിട്ടും. Therefore, our claim holds. Clear അല്ലേ അത്? Yes, sir. ഇത് മറ്റൊരു തരത്തിൽ പറയാൻ കേട്ടോ, ഞാനിത് ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് പ്രൂവ് ചെയ്തെന്നുള്ളൂ. നമ്മൾ കാണേണ്ടായി ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം എ എക്സ് ഈക്വൽ ടു ബി എന്ന ഇക്വേഷന് ഒരു യുണീക്ക് സൊല്യൂഷൻ ഉണ്ടാകും എന്നുള്ളത് നമ്മൾ കാണുകയുണ്ടായി. അപ്പോൾ എ എക്സ് ഈക്വൽ ടു ബി എന്നതിന് സൊല്യൂഷൻ യുണീക്ക് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമുക്ക് ഈ ലാംഡ എ എന്ന് പറയുന്ന മാപ്പ് 1 ആണ് എന്നാണ്. സൊല്യൂഷൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ അർത്ഥം ലാംഡ എ എന്ന മാപ്പ് ഓൺ 2 ആണ് എന്നുള്ളതാണ്. എ എക്സ് ഈക്വൽ ടു ബി ആവുന്ന തരത്തിൽ ഒരു എക്സ് ജിയിലുണ്ട് എന്നാണ് അർത്ഥം. അതിനർത്ഥം ലാംഡ എ ഓഫ് എക്സ് ഈക്വൽ ടു ബി ആവുന്ന തരത്തിൽ ഒരു എക്സ് ജിയിലുണ്ട്, അതായത് ലാംഡ എ ഓൺ 2 ആണ്. സൊല്യൂഷൻ യുണീക്ക് ആണ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈ എ എക്സ് ഈക്വൽ ടു ബിക്ക് ഒരേ ഒരു സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ, അതായത് ഈ ലാംഡ എ എന്ന് പറയുന്ന മാപ്പ് 1 ആണ് എന്നുള്ളതാണ് അതിനർത്ഥം. ഞാനത് ഡയറക്റ്റ് ആ പ്രൂഫ് ഇവിടെ എഴുതി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നേരത്തെ പഠിച്ച സ്ഥിതിക്ക് ഇങ്ങനെ എഴുതുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ നമ്മളൊരു വലിയ പ്രൂഫ് എഴുതുമ്പോൾ ഞാനത് അതിൻ്റെ ഒരു കംപ്ലീറ്റ് സെൻസിൽ എഴുതി എന്നുള്ളത് മാത്രമേ ഉള്ളൂ.
അപ്പൊ നമുക്ക് മനസ്സിലാവുന്ന കാര്യം ജിയിലെ എ എന്ന് പറയുന്ന ഒരു എലമെന്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ എ ഉപയോഗിച്ച് നമുക്ക് സിം ജിയിലെ ഒരു എലമെന്റ് കൺസ്ട്രക്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ്. അപ്പോ ഞാൻ ഒരു ഈ ഡിഫൈൻ, അപ്പൊ ഈ സംഗതി ഉപയോഗിച്ച്, ഈ കാര്യം ഉപയോഗിച്ച് നമ്മൾ ഫൈ എന്ന ഒരു മാപ്പ് ജിയിൽ നിന്ന് സിം ജിയിലേക്ക് ഡിഫൈൻ ചെയ്യുകയാണ്. എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എയുടെ ഇമേജ് അണ്ടർ ഫൈ എന്നത് എന്തായിട്ട് എടുക്കണം? ലാംഡ എ ആയിട്ട്. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞത് പ്രകാരം ഈ മാപ്പ് ഫൈ എന്ന മാപ്പ് വെൽ ഡിഫൈൻഡ് ആണ്. കാരണം ഏത് എ എടുത്തു കഴിഞ്ഞാലും നമുക്ക് ലാംഡ എ എന്ന് പറയുന്ന ഒരു പെർമ്യൂട്ടേഷൻ സിം ജിയിൽ കിട്ടും. അപ്പൊ അതുകൊണ്ട് ഈ മാപ്പ് നമുക്ക് ഈ മാപ്പ് വെൽ ഡിഫൈൻഡ് ആണ് എന്നുള്ളത് കിട്ടും. അല്ലെങ്കിൽ ആ മാപ്പ് ഡിഫൈൻ ചെയ്ത എയിലുള്ള ഒരു എലമെന്റിന്റെ ഇമേജ് ആയിട്ട് വരുന്നത് സിം ജിയിലുള്ള എലമെന്റ് ആണ് എന്നുള്ളത് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ കൺസിഡർ ചെയ്യുന്നത് നമുക്ക് എന്താ വേണ്ടത്? നമ്മുടെ ആഗ്രഹം എന്താ? കെയ്ലീസ് തിയറം പറയണത് ഏതൊരു ഗ്രൂപ്പ് ജിയും സിം ജിയുടെ അല്ലെങ്കിൽ ഏതൊരു ഗ്രൂപ്പ് ജിയും ഒരു പെർമ്യൂട്ടേഷൻ ഗ്രൂപ്പിനോട് ഐസോമോർഫിക് ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ജിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പെർമ്യൂട്ടേഷൻ ഗ്രൂപ്പിനോട് ഐസോമോർഫിക് ആകാൻ പോകുന്ന ആള് സിം ജിയുടെ ഒരു സബ് ഗ്രൂപ്പ് ആയിട്ട് വരും എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ. അപ്പൊ അതുകൊണ്ട് എന്തായിരിക്കും ആ സിം ജിയുടെ സബ് ഗ്രൂപ്പ് എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത്. ഞാൻ അതിനെ കൺസിഡർ ജി ലാംഡ വിച്ച് ഈസ് ദ ഇമേജ് ഓഫ് ജി. ഈ മാപ്പിന്റെ ഇമേജ് എടുക്കുന്നു. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഈസ് ദ സെറ്റ് ഓഫ് ഓൾ ലാംഡ എ വേർ എ ബിലോങ്സ് ടു ജി. അതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഫൈ ഓഫ് ജി. നമ്മൾ ക്ലെയിം ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ജി ലാംഡ ഈസ് എ സബ് ഗ്രൂപ്പ് ഓഫ് സിം ജി. ഓക്കെ, is that okay? Okay sir. അപ്പോ നമുക്ക് ഈ രണ്ട് എലമെന്റ്സ് എടുക്കാം ജി ലാംഡയിലെ. എങ്ങനെ എടുക്കുന്ന രണ്ട് എലമെന്റ്സ്? ജി ലാംഡയിലെ എലമെന്റ്സ് എടുക്കുമ്പോൾ എങ്ങനെ എടുക്കണ്ടേ? ലാംഡ എ ഓഫ് എക്സും ലാംഡ ബി ഓഫ് എക്സും. ലാംഡ എയും ലാംഡ ബിയും അല്ലെ? എ ഓഫ് എക്സ് എന്ന് പറഞ്ഞത് അതിന്റെ ഇമേജ് ആയിട്ട് പറയണതല്ലേ. ലാംഡ എ ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജിയിൽ എലമെന്റ് ആയി മാറും. ജി ലാംഡയിലെ എലമെന്റ് ആകുമ്പോൾ ലാംഡ എ ലാംഡ ബി എന്ന് എടുക്കണം. Am I right? ഓക്കെ സർ. ഓക്കെ, അപ്പോ നമുക്ക് ഇത് ജി ലാംഡ സബ് ഗ്രൂപ്പ് ആണെന്ന് തെളിയിക്കാൻ 3 കാര്യങ്ങളാണ് തെളിയിക്കേണ്ടത്. ഒന്ന്, ഇതിൽ ഏത് രണ്ട് എലമെന്റ്സ് എടുത്തു കഴിഞ്ഞിട്ട് അവ തമ്മിൽ ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന എലമെന്റും ജി ലാംഡയിൽ ഉണ്ടെന്ന് പറയണം. പിന്നെ സിം ജിയിലെ ഐഡന്റിറ്റി എലമെന്റ് ജി ലാംഡയിൽ ഉണ്ടെന്ന് പറയണം. ജി ലാംഡയിലെ ഏതൊരു എലമെന്റിന്റെ ഇൻവേഴ്സും ജി ലാംഡയിൽ ഉണ്ടെന്ന് പറയണം. ഓക്കെ, അപ്പോ ഈ സിം ജിയിലെ ഓപ്പറേഷൻ എന്താ? കോമ്പോസിഷൻ. അതെ, കോമ്പോസിഷൻ ആണ്, അല്ലെങ്കിൽ പെർമ്യൂട്ടേഷൻ മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പൊ നമുക്ക് ലാംഡ എ കോമ്പോസിഷൻ ലാംഡ ബി, നമ്മൾ ലാംഡ എ ലാംഡ ബി എന്ന് എഴുതുള്ളൂ. നമ്മൾ പെർമ്യൂട്ടേഷൻ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് എഴുതുന്നു പറയും. അത് നമുക്ക് ജി ലാംഡയിൽ ഉണ്ട് എന്ന് തെളിയിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഫോർ എവ്രി എക്സ് ബിലോങ്സ് ടു ജി, ലാംഡ എ ലാംഡ ബി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ അത് ലാംഡ എ ഓഫ്
ലാംഡ ബി ഓഫ് എക്സ് ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു ലാംഡ എ ഓഫ് ലാംഡ ബി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? bx ബി എക്സ് ആണ്. ലാംഡ എ ഓഫ് ബി എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? abx എ ബി എക്സ് ആണ്. അതായത് അത് എ ബി എക്സ് അല്ലേ? അതെ സർ. അതിന് നമുക്ക് ലാംഡ എ ബി ഓഫ് എക്സ് എന്ന് പറയാലോ. എ ബി എന്ന് പറഞ്ഞാൽ ജിയിലെ ഒരു എലമെന്റ് അല്ലേ? Is that okay? ഓക്കെ സർ. അപ്പൊ അതിനർത്ഥം ലാംഡ എ ലാംഡ ബി എന്ന് പറയുന്നത് ലാംഡ എ ബി ആണ് എന്നാണ്. നോക്കൂ, എയും ബിയും ജിയിൽ എലമെന്റ്സ് ആയതുകൊണ്ട് എ ബിയും ജിയിൽ എലമെന്റ് ആണ്. അതുകൊണ്ട് ലാംഡ എ ബി എന്ന് പറയുന്നത് എവിടെയുള്ള എലമെന്റ് ആയിരിക്കും? ജി ലാംഡയിലെ എലമെന്റ് ആയിരിക്കും. അപ്പോൾ ലാംഡ എയും ലാംഡ ബിയും ജി ലാംഡയിലെ എലമെന്റ്സ് ആണെങ്കിൽ അതിന്റെ കോമ്പോസിഷൻ, അവിടുത്തെ ഓപ്പറേഷൻ നടത്തി കിട്ടുന്ന എലമെന്റും ജി ലാംഡയിലുള്ള എലമെന്റ് ആയിരിക്കും. ഇനി സിം ജിയിലെ ഐഡന്റിറ്റി എലമെന്റ് എന്താ? ഐഡന്റിറ്റി പെർമ്യൂട്ടേഷൻ. അത് ജി ലാംഡയിലുണ്ടോ? ലാംഡ ആ, ഐഡന്റിറ്റി വരുമ്പോ exactly. We have lambda e equal to, or we have ഇങ്ങനെ എഴുതാം, രണ്ടും ഒന്ന് തന്നെ എങ്കിലും we have identity permutation എന്നത് ലാംഡ ഇ ആണ്. അത് തീർച്ചയായിട്ടും ജി ലാംഡയിലുണ്ട്. കാരണം ജി ലാംഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ എലമെന്റ്സിന്റെ പ്രത്യേകത എന്താ? ജി ലാംഡയിലെ എലമെന്റ്സിന്റെ പ്രത്യേകത ഇറ്റ് ഈസ് ഓഫ് ദ ഫോം ലാംഡ എ വേർ എ ബിലോങ്സ് ടു ജി. അപ്പൊ തീർച്ചയായിട്ടും ലാംഡ ഇ എന്ന് പറയുന്നത് ജി ലാംഡയിലെ എലമെന്റ് ആണ്. അപ്പോൾ സിം ജിയിലെ ഐഡന്റിറ്റി എലമെന്റ് ആയ ഐഡന്റിറ്റി പെർമ്യൂട്ടേഷൻ ജി ലാംഡയിലുണ്ട്. ഇനി എന്താ വേണ്ടത്? നമുക്ക് ജി ലാംഡയിലെ ഒരു എലമെന്റ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഇൻവേഴ്സും ജി ലാംഡയിൽ ഉണ്ട് എന്ന് കിട്ടും. എന്തായിരിക്കും ലാംഡ എയുടെ ഇൻവേഴ്സ്? എന്താ കാരണം? ലാംഡ എയെ ലാംഡ എ ഇൻവേഴ്സ് കൊണ്ട് ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തു. ലാംഡ എ ലാംഡ ബി എന്ന് പറഞ്ഞാൽ ലാംഡ എ ബി ആണെന്ന് പ്രൂവ് ചെയ്തു. അത് നമുക്ക് ലാംഡ എ ഇൻവേഴ്സ് കിട്ടും, അതായത് ലാംഡ ഇ എന്ന് കിട്ടും. അതിനർത്ഥം ലാംഡ എയെ ലാംഡ എ ഇൻവേഴ്സ് കൊണ്ട് ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഐഡന്റിറ്റി എലമെന്റ് കിട്ടും എന്ന് പറഞ്ഞാൽ അർത്ഥം ലാംഡ എയുടെ ഇൻവേഴ്സ് ലാംഡ എ ഇൻവേഴ്സ് ആണ് എന്നാണ്. അത് തീർച്ചയായിട്ടും ജി ലാംഡയിലെ എലമെന്റ് ആണ്. കാരണം എ ജിയിലെ എലമെന്റ് ആയതുകൊണ്ട് എ ഇൻവേഴ്സ് ജിയിലെ എലമെന്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ രണ്ടാമത്തെ ക്ലെയിമും പ്രൂവ് ചെയ്തു. അതായത് ജി ലാംഡ ഈസ് എ സബ് ഗ്രൂപ്പ് ഓഫ് സിം ജി എന്നത് നമുക്ക് കിട്ടി. അപ്പൊ നമ്മൾ വന്ന വഴി ഒന്നുകൂടി ഒന്ന് പരിശോധിക്കാം. നമ്മൾ പെർമ്യൂട്ടേഷൻ ഗ്രൂപ്പുകളെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. പെർമ്യൂട്ടേഷൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിം എസിന്റെ ഏതൊരു സബ് ഗ്രൂപ്പിനെയും നമ്മൾ പെർമ്യൂട്ടേഷൻ ഗ്രൂപ്പ് എന്നാണ് വിളിക്കുക. സിം എസ് എന്താണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. എസ് ഒരു സെറ്റ് ആണെങ്കിൽ സിം എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഗ്രൂപ്പ് ഓഫ് ഓൾ പെർമ്യൂട്ടേഷൻസ് ഓഫ് എസ്. പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ 1, 1 and 2 ഫംഗ്ഷൻ. ആൻഡ് ദ വെരി ഫേമസ് തിയറം, Cayley's theorem, states that every group G is isomorphic to a permutation group. അപ്പൊ ജിയോട് ഐസോമോർഫിക് ആകാൻ പാകത്തിനുള്ള സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പെർമ്യൂട്ടേഷൻ ഗ്രൂപ്പ് കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു എസ് കണ്ടുപിടിച്ചിട്ട് സിം എസിന്റെ സബ് ഗ്രൂപ്പിനോട് ജി ഐസോമോർഫിക് ആണ് എന്ന് പറയണം. അപ്പൊ ഏറ്റവും
സ്യൂട്ടബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ചോയ്സ് എന്ന് പറയുന്നത് എസ് എന്നത് ജി ആയിട്ട് തന്നെ എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ജി എന്ന ഗ്രൂപ്പ് കൺസിഡർ ചെയ്തിട്ട് എ ബിലോങ്സ് ടു ജി എടുത്താൽ ഈ എ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് സിം ജിയിലെ ഒരു എലമെന്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ആദ്യം കാണുന്നത്. അതായത് വി ഡിഫൈൻ ലാംഡ എ ഫ്രം ജി ടു ജി ആസ് ലാംഡ എ ഓഫ് എക്സ് ഈക്വൽ ടു എ എക്സ്. And it is very easy to see that lambda a is 1, 1 and onto because the equation ax equal to b has a unique solution in a group. അപ്പോൾ നമുക്ക് ലാംഡ എ എന്ന് പറയുന്നത് സിം ജിയിലുള്ള ഒരു എലമെന്റ് ആണെന്ന് കിട്ടും. വി ഡിഫൈൻ ഈ ഫാക്ട് ഉപയോഗിച്ച് അപ്പോൾ നമുക്ക് ജിയിലുള്ള ഏതൊരു എലമെന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു പെർമ്യൂട്ടേഷൻ കിട്ടുന്നു എന്ന ഫാക്ട് ഉപയോഗിച്ച് നമ്മൾ ജിയിൽ നിന്ന് സിം ജിയിലേക്ക് ഫൈ എന്നൊരു മാപ്പ് ഡിഫൈൻ ചെയ്യുന്നു ആസ് ഫൈ ഓഫ് എ ഈക്വൽ ടു ലാംഡ എ. എന്നിട്ട് ഈ ഫൈ എന്ന മാപ്പിന്റെ ഇമേജ് അല്ലെങ്കിൽ റേഞ്ച് കൺസിഡർ ചെയ്യുന്നു, അതിനെ ജി ലാംഡ എന്ന് വിളിക്കുന്നു. അടുത്തതായിട്ട് നമ്മൾ ക്ലെയിം ചെയ്തത് ജി ലാംഡ ഒരു സബ് ഗ്രൂപ്പാണ്, സിം ജിയുടെ ഒരു സബ് ഗ്രൂപ്പാണ് എന്നുള്ളതാണ്. ആ ക്ലെയിമാണ് നമ്മൾ ഇപ്പോൾ പ്രൂവ് ചെയ്തത്. ഇനി നമ്മൾ എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത്? ഈ ഫൈ എന്ന് പറയുന്ന ഫംഗ്ഷൻ പ്രോഡക്റ്റും പ്രിസർവ് ചെയ്യും, അങ്ങനെ ആകുമ്പോൾ അത് ഐസോമോർഫിസ് ആവും. പ്രോഡക്റ്റ് മാത്രം പ്രിസർവ് ചെയ്താൽ പോരാ, 1, 1 കൂടി ആവണം. ഓക്കെ. അങ്ങനെ ആവുമ്പോ ഈ ആരൊക്കെ ഐസോമോർഫിക് ആവും? ആരൊക്കെ ഐസോമോർഫിക് ആവുക? ജി ടു ജി ലാംഡ. അതെ, ജിയും ജി ലാംഡയും ഐസോമോർഫിക് ആയിരിക്കും. കാരണം ജി ലാംഡയാണ് അതിന്റെ ഇമേജ്. അപ്പൊ ഓൺ ടു കിട്ടാനായിട്ട് അതിന്റെ ഇമേജ് എടുക്കണം. അപ്പോ നമുക്ക് ഇനി എന്ത് പ്രൂവ് ചെയ്താൽ മതി? കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഉണ്ട് സർ. നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? 5 പ്രിസർവ്സ് ദ ഓപ്പറേഷൻ ആൻഡ് 5 ഈസ് 1, 1 എന്ന് പ്രൂവ് ചെയ്യണം. 5 1, 1 ആണെന്ന് പ്രൂവ് ചെയ്തിട്ടില്ല കേട്ടോ. ലാംഡ എ ആണ് 1, 1 ആണെന്ന് പ്രൂവ് ചെയ്തേക്കുന്നത്. 5 1, 1 ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തിട്ടില്ല. ഓക്കെ, അത് നമുക്ക് പ്രൂവ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഈ 5 പ്രിസർവ്സ് ദ ഓപ്പറേഷൻ വളരെ എളുപ്പമാണ്. എങ്ങനെയാ എടുക്കേണ്ടത്? 2 എലമെന്റ്സ് ഏതൊക്കെ എടുക്കണ്ടേ ഒന്ന് പറയൂ. എവിടെ നിന്ന് എങ്ങോട്ടാണ് എടുക്കണ്ടേ? നമുക്ക് 5 എവിടെ നിന്ന് എങ്ങോട്ടുള്ള മാപ്പാണ്? ജി ടു ജി ലാംഡ. അപ്പൊ അതുകൊണ്ട് നമ്മൾ എടുക്കേണ്ടത് ജിയിലെ 2 എലമെന്റ്സ് അല്ലേ? അപ്പൊ എ കോമ ബി എടുത്തുകൂടെ? Am I right? Yes sir. അപ്പൊ ഫൈ ഓഫ് എ ബി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡെഫിനിഷൻ പ്രകാരം എന്താണ്? ലാംഡ എ ബി ഓഫ് എക്സ്. ലാംഡ എ ബി ഓഫ് എക്സ് അല്ല, ലാംഡ എ ബി. ഓക്കെ സർ. ലാംഡ എ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തു. ലാംഡ എ ലാംഡ ബി ആണെന്ന് പ്രൂവ് ചെയ്തു. അതിനർത്ഥം എന്താണ്? ദിസ് ഈസ് ഫൈ ഓഫ് എ ഫൈ ഓഫ് ബി എന്നാണ്. Am I right? Yes sir. അപ്പൊ അതുകൊണ്ട് ഫൈ ഓപ്പറേഷൻ പ്രിസർവ് ചെയ്യുന്നു എന്ന് കിട്ടി. ഇനി നമുക്ക് ഫൈ 1, 1 ആണ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത് അല്ലേ? Yes sir. അപ്പൊ നമുക്ക് ഫൈ ഓഫ് എയും ഫൈ ഓഫ് ബിയും ഈക്വൽ ആണ് എന്ന് വിചാരിക്കുക. അതിനർത്ഥം എന്താണ്? അല്ലേ? ശരിയല്ലേ? അതെ സർ. ലാംഡ എയും ലാംഡ ബിയും, റിമെമ്പർ ലാംഡ എ എന്ന് പറഞ്ഞാൽ ഒരു പെർമ്യൂട്ടേഷൻ ആണ്, ഒരു ഫംഗ്ഷൻ ആണ്. ലാംഡ ബി എന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷൻ ആണ്. അങ്ങനെ 2 ഫംഗ്ഷൻസ് ഈക്വൽ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന്റെ അർത്ഥം അത് അതിന്റെ ഡൊമൈനിലെ എല്ലാ പോയിന്റ്സിലും ഈക്വൽ ആണ് എന്നല്ലേ? Am I right? ഓക്കെ സർ. സർ ഈ എക്സ് എടുക്കുന്ന ജിയിൽ തന്നെയല്ലേ? അതെ അതെ അതെ. ലാംഡ എക്സ്, നമുക്ക് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള്
നമ്മൾ എഫ് ഓഫ് എക്സ് എന്നൊക്കെ പറയണ പോലെയുള്ളൂ. ഓക്കെ സർ. എഫ് ഫ്രം ജി ടു ജി ഡിഫൈൻഡ് ആസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ് എന്നൊക്കെ പറയില്ലേ നമ്മള്, അതുപോലെ എടുത്തേക്കണതാണ് ഇവിടെ ലാംഡ എ ഓഫ് എക്സ്. അങ്ങനെയില്ലേ, ഞാൻ അങ്ങനെ തെറ്റിച്ച് എഴുതിയിട്ടുണ്ടോ ഇവിടെ എവിടെയെങ്കിലും? ലാംഡ എ from g to g is defined as lambda a of x equal to ax. അത്രേ ഉള്ളൂ. It means that x belongs to g. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ലാംഡ എ എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷനും ലാംഡ എ ഓഫ് എക്സ് എന്ന് പറയുന്നത് ജിയിലെ ഒരു എലമെന്റുമാണ്. നമ്മളൊരു വലിയ സെൻസിൽ അതിനകത്ത് വലിയ വ്യത്യാസങ്ങളില്ല. നമ്മൾ പക്ഷെ മൈന്യൂട്ടായിട്ട് സട്ടിലായിട്ട് കാര്യങ്ങൾ പറയുമ്പോൾ ആ വ്യത്യാസം, നമ്മളിപ്പോൾ എഫ് ഒരു ഫംഗ്ഷൻ, എഫ് ഓഫ് എക്സ് ഒരു ഫംഗ്ഷൻ എന്നൊക്കെ പറയും. അതുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ മാറ്റി പറയണതെന്ന് എനിക്കറിയാം. പക്ഷെ നമ്മൾ ഇവിടെ അത് വളരെ സട്ടിൽ പോയിന്റുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തിരുത്തി പറയുന്നത്. ഓക്കെ, അപ്പൊ ലാംഡ എ ഈക്വൽ ടു ലാംഡ ബി എന്ന് പറഞ്ഞാൽ അർത്ഥം ലാംഡ എ ഓഫ് എക്സ് ഈക്വൽ ടു ലാംഡ ബി ഓഫ് എക്സ് ഫോർ എവ്രി എക്സ് ബിലോങ്സ് ടു ജി എന്നാണ്. ഈസ് ഇറ്റ് ക്ലിയർ? സോ ഇൻ പർട്ടിക്കുലർ എക്സിന് പകരം ഇ എന്നെടുത്താലും അത് ശരിയാവണം. അതുകൊണ്ടാണ് ഞാൻ എഴുതിയത് എന്ത്, ലാംഡ എ ഓഫ് ഇ ഈക്വൽ ടു ലാംഡ ബി ഓഫ് ഇ എന്ന്. ഈ ലാംഡ എ ഓഫ് ഇ എന്ന് പറഞ്ഞാൽ എന്താ? എ ഇ, ഇത് ബി ഇ. അതായത് എന്താണ്, എ ഇ എന്ന് പറഞ്ഞാൽ എ ആണ്, ബി ഇ എന്ന് പറഞ്ഞാൽ ബി ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് 511 ആണെന്ന് കിട്ടി. നമ്മുടെ പ്രൂഫും അവസാനിച്ചു. ഈസ് ദാറ്റ് ക്ലിയർ? യെസ് സർ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഏതൊരു ഗ്രൂപ്പും ഒരു പെർമ്യൂട്ടേഷൻ ഗ്രൂപ്പിനോട് ഐസോമോർഫിക് ആണ് എന്ന് കിട്ടി എന്ന് മാത്രമല്ല, അത് ഏതാണ് ആ പെർമ്യൂട്ടേഷൻ ഗ്രൂപ്പ് എന്നുള്ളതും ഈ പ്രൂഫിൽ നിന്ന് നമുക്ക് എഴുതാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഞാനിപ്പോ Z4 കൺസിഡർ ചെയ്തു. നമുക്ക് Z4ന്റെ ടേബിൾ ഒന്ന് പരിശോധിക്കാം. Z4 0 1 2 3 0 1 2 3 0 1 2 3 1 2 3 0 2 3 1 0 3 1 0 2. അപ്പോ നിങ്ങൾക്ക് നോക്കിയാൽ ഒരു കാര്യം മനസ്സിലാക്കാൻ കഴിയും. ഇതിനകത്ത് 0 1 അല്ലേ തേർഡ് റോല്? സോറി, ഓക്കെ. അപ്പോ ഇതിൽ നോക്കൂ, ഓരോ റോയും ഈ Z4ലെ എലമെന്റിന്റെ ഒരു പെർമ്യൂട്ടേഷൻ ആണ്, അല്ലെങ്കിൽ Z4ൽ നിന്ന് Z4ലേക്കുള്ള ഒരു പെർമ്യൂട്ടേഷൻ ആണ്. 0യുടെ ഇമേജ് 0, 1ന്റെ ഇമേജ് 1, 2ന്റെ ഇമേജ് 2, 3യുടെ ഇമേജ് 3 എന്ന് കാണാം. ഈ സെക്കൻഡ് റോ പറഞ്ഞാലോ എന്താ അതിന്റെ അർത്ഥം? 0യുടെ ഇമേജ് 1. അതെ, എക്സാക്ട്ലി, വെരി ഗുഡ്. അതായത് ഈ കാണുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒന്നാമത്തെ റോ ഉണ്ടല്ലോ, അത് നമ്മുടെ ഈ ഈ 0ക്ക് ലാംഡ 0 Z4ൽ നിന്ന് Z4ലേക്ക് എടുത്തു കഴിഞ്ഞാൽ ലാംഡ എ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ AX ആണ്. അപ്പൊ ലാംഡ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 + 0 0 + 1 0 + 2 0 + 3. അതാണ് ഇവിടെ എഴുതിയേക്കുന്നത്. അടുത്തത് എന്താണ്? ലാംഡ 1 ആണ്, Z4ൽ നിന്ന് Z4ലേക്ക്. അടുത്തത് എന്താണ്? ലാംഡ 2 ആണ്, അല്ലേ? Am I right? Yes sir. അപ്പൊ യഥാർത്ഥത്തിൽ ഇതിൽ നിന്ന് മോട്ടിവേഷൻ ഉൾക്കൊണ്ടിട്ടാണ് ആ പ്രൂഫ് പറഞ്ഞിട്ടുള്ളത്.
അപ്പൊ ഈ സീറോയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു പെർമ്യൂട്ടേഷൻ കിട്ടും. 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പെർമ്യൂട്ടേഷൻ എന്താ? 0 goes to 1, 1 goes to 2, 2 goes to 3, 3 goes to 0. So what you are doing is that 0 goes to 1 കിട്ടുന്നത് 1 plus 0, 1 goes to 1 plus 1, 2 goes to 1 plus 2, 3 goes to 1 plus 3 and so on. അപ്പൊ അതാണ് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പെർമ്യൂട്ടേഷൻ ആയിട്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ടേബിൾ എന്ന് പറയുന്നത് ഒരു ഈ Z4ലെ എലമെന്റ്സിന്റെ ഒരു പെർമ്യൂട്ടേഷൻ തന്നെയാണ് എന്ന ഒരാശയത്തിൽ നിന്നാണ് അത് ചെയ്യുന്നത്. ഈസ് ദാറ്റ് ക്ലിയർ? Yes, sir. ഓക്കെ.